ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ അലിമോനൊക്കെ മദ്രസ പറഞ്ഞയച്ച് കുറച്ച് സമയം ഉറങ്ങണമെന്ന് വിചാരിച്ചിരുന്നേ. കഴിഞ്ഞിട്ട് അലിമോൻ പോയി അവനെ മാറ്റിക്കുന്ന ആ ഒരു സമയം പെൺസിൻ്റെ റിയാൻ. ഞാൻ അവനെ എണീച്ച് അവനെ മൂത്രപ്പിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ കുറച്ചുകൂടി എടുക്കാൻ പോകണമെന്ന് പറഞ്ഞ് പോയതാണ്. അപ്പോൾ തൊട്ടടുത്ത് പറയൽ JCB വന്നത് അവനത് കാണണമല്ലോ. ഓൻ ആ JCB കണ്ട് കുത്തിരിക്കണമെങ്കിൽ ഞാൻ ഇവിടെ എങ്ങനെ ഓനെ നോക്കി നിൽക്കണം. എന്തൊരു കഷ്ടമല്ലേ. പാവം ഞാൻ ഉറങ്ങാൻ പറ്റാത്ത ഞാൻ കാണിച്ചു JCB നോക്കുന്നതാണോ കണ്ടോ. തുടങ്ങി രാവിലെ എണീച്ച അതിൻ്റെ അവിടെ പോവുക, അതേ ഉള്ളൂ. ബ്രഷ് ചെയ്യണ്ടേ, പല്ലേക്കണ്ടേ, ചായ കുടിക്കണ്ടേ? ഇതാ ദീദിൻ്റെ ടോള് ഫുള്ള് ചായം കുടിച്ച് തീർക്കും. അതാ കണ്ടോ JCB കണ്ടോ നിങ്ങൾ? JCBൻ്റെ ചെറിയ ഭാഗം മഞ്ഞ കളറ് അതാ അവിടെ 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 ആ മൂലയിൽ എവിടെ കണ്ടത്? അവിടെ അവിടെയാണ് JCB. പല്ലേ കണ്ടു പോയാൽ എനിക്ക് തന്നെ വേണോ? രാവിലെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ രാവിലെ എണീച്ച് ഇങ്ങനെ ഇരിക്കുക. രാവിലെ അന്നേ നോക്കി ഇങ്ങനെ ഇരുന്നിട്ടൊക്കെ അടി അല്ലേ? അതാ കടിക്കല്ലേ. പോവണ്ട ചീത്ത കുട്ടി. അന്നോലെ അവിടെ ഉണ്ടാവല്ലോ, പോവാണോലെ കല്യാണത്തിന് പോവാ. പിന്നെ എങ്ങനെ പോണേ? കല്യാണത്തിന് പോകുന്നില്ലാന്ന് നമ്മളെ ഉണ്ണി ഉണ്ട് കേട്ടോ. ചേച്ചിൻ്റെ ഉണ്ണി ഇതിലെങ്ങനെ പോകുമ്പോൾ അവിടെ അയൽവാസിയാണ്. ഒന്നിതിലെ പോകുമ്പോൾ അലിനെ റയ്യാനെ കണ്ട് അങ്ങനെ പിന്നെ പോയി കടയിൽ പോയിട്ട് ലേസൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടോ. അവർക്ക് രണ്ടാക്കുണ്ട്, അതുപോലെ എനിക്കൊന്ന് മഞ്ഞ ലേസ്. കേട്ടോ പ്രത്യേക ഫ്ലേവറൊന്നും ഉണ്ടാവില്ല. മുറ്റത്ത് വാഷിംഗ് മെഷീന് ഒന്ന് ക്ലീൻ ആക്കാം കേട്ടോ. ആ സമയം നോക്കിയിട്ട് ഉമ്മ കാണാണ്ട് മെല്ലെ അടിച്ചു വരാം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചെറിയൊരു സ്കിൻ കെയർ ചെയ്യലുണ്ട് കേട്ടോ. കാരണം സൺബാൻ്റെ ഒരു സൺസ്ക്രീൻ വീട്ടിലിരിക്കുകയാണെങ്കിലും ജസ്റ്റ് ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആട്ടോ. കാരണം ഞാൻ മെഡിക്കൽ കോളേജിൽ ഈ രോമമൊക്കെ ഉണ്ടാകുന്നതിന് ഈ സർജറിക്ക് വേണ്ടി കാണിച്ച സമയത്ത് കൈത്തറൊക്കെ ഫുള്ള് രോമങ്ങൾ ഉണ്ടാവുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ആ ഡോക്ടർ റെക്കമെൻഡ് ചെയ്ത് അവിടെ ഈ സ്കിൻ കെയറിലേക്ക് എഴുതി തന്ന്. അങ്ങനെ അവിടെ പോയി കാണിച്ച സമയത്ത് ലേസർ ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതി തന്നേണ്ടേ. ആ സമയത്ത് എന്നോട് ചോദിച്ചാൽ സൺസ്ക്രീൻ യൂസ് ചെയ്യലുണ്ടോയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ യൂസ് ചെയ്യലില്ലാന്ന്. അങ്ങനെ അവിടുന്ന് എഴുതി തന്നതാട്ടോ ഇത്. അപ്പോൾ ഇവിടെ ഒക്കെ ഒരു കറുപ്പ് വരലുണ്ട്, അതിനൊക്കെ നല്ല മാറ്റം കിട്ടും യൂസ് ചെയ്തിട്ട്. സ്കൂളൊക്കെ പോകുന്ന സമയമായതുകൊണ്ട് അപ്പോൾ സ്കൂളൊക്കെ നല്ല വെയിലാണല്ലോ സംഭവം, അതിൽ ഞാൻ ഇത് യൂസ് ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ഇതിലെന്താ അനിയത്തി പറയലുണ്ട്, ഈ 3 സ്റ്റാർ ഉണ്ടെങ്കിൽ 3 വിരൽ വെച്ചിട്ട് അടേണ്ടതെന്നൊക്കെ ഉണ്ട്. നമ്മളത് നോക്കില്ല, ജസ്റ്റ് ഞാൻ എടുക്കും, മൊത്തം അവിടെ ഇവിടെ ഇട്ടിട്ട് ഒന്ന് ചെനലുള്ള കൂടി സൂര്യപ്രകാശം അങ്ങനൊന്ന് അപ്ലൈ ചെയ്യും. ഇതിന് മുമ്പ് അങ്ങനത്തെ ഞാൻ യൂസ് ചെയ്യില്ല കേട്ടോ. ഡോക്ടർമാരൊക്കെ സജസ്റ്റ് ചെയ്തതല്ല വിചാരിച്ചിട്ട് യൂസ് ചെയ്യും. അത് ജസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് കുറച്ച് പൗഡർ, എണ്ണമയ പോലെ ഉണ്ടാവില്ല, അത് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കുറച്ച് പൗഡർ ഇടും. ചുണ്ടൊക്കെ നല്ല തണുപ്പുണ്ട് കിട്ടും. ചുണ്ട് വേഗം പൊട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ലിപ് ബാം യൂസ് ചെയ്യുന്നുണ്ട്.
ലിപ് ബാം ചോദിച്ചപ്പോൾ എനിക്ക് തന്നതട്ടത്. ഇത് കുറച്ച് കഴിഞ്ഞാൽ അത് കളറൊക്കെ വരുന്നുണ്ട്. പക്ഷേ ചുണ്ട് പൊട്ടിയ വേറെ രക്ഷയില്ലല്ലോ, ഭയങ്കര ഇരിവാ ചുണ്ട് പൊട്ടിയിട്ട്. അത് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് വീട്ടിലിങ്ങനെ ഇരിക്കുകയല്ലേ എന്നുള്ളൊരു മട്ടിൽ എവിടെ പോയി ഓ മൈ ഗോഡ്. അപ്പം കണ്ണിരിക്കാൻ പിന്നെ മെയിൻ ഒരു പരിപാടിയുണ്ട്. എന്താണെന്നറിയോ? സ്റ്റിച്ചുള്ള സ്ഥലത്ത് ഓയിൽമെൻറ്റ് തേക്കണം. അതൊക്കെ ഒന്ന് വേഗം ഉണങ്ങണം. ഈ ഓയിൽമെൻറ്റും കൂടി തേക്കട്ടെ. അപ്പോൾ അത്രേ ഉള്ളൂ സ്കിൻ കെയർ റൂട്ടീന്. പിന്നെ വലിയതൊന്നും ചെയ്യില്ല, അത്രമാത്രം. ഓയിൽമെൻറ്റ് കൂടി തേക്കട്ടെ കേട്ടോ. അങ്ങനെ കഴുത്തിൽ ഓയിൽമെൻറ്റൊക്കെ തേച്ച് കഴിഞ്ഞ് ഇനി നമ്മളെ പ്രോട്ടീൻ പൗഡർ ഉണ്ടല്ലോ, 2 ദിവസം കുടിച്ചില്ല, ഭയങ്കര മടിയാണ്. അപ്പോൾ ഏതായാലും പ്രോട്ടീൻ പൗഡർ ഒന്ന് വെക്കട്ടെ. ഒരു കല്യാണത്തിന് വീട്ടിൽ സംഭവമാണ്. വീട്ടിൽ തന്നെ ഇങ്ങനെ നിന്നിട്ട് പുതിയ ചുരിദാറൊക്കെ ഇട്ടിട്ടുണ്ടോ. അപ്പോൾ മക്കൾക്ക് ഭയങ്കര ഡൗട്ട്. ഞാനങ്ങോട്ട് പോകാം. ഇന്നത്തെ കഴിഞ്ഞില്ല, ഇതുവരെ ഉള്ള കഴിഞ്ഞു. പിന്നെ ഇവിടെ അങ്ങോട്ട് എല്ലാം തിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കിട്ടുന്നില്ല. എഗ്ഗ് കഴിക്കാനാണെങ്കിൽ ഇപ്പം ഞാൻ മുഖത്ത് കൂടുതലൊക്കെ ഉച്ചയ്ക്ക് ശേഷം എന്താ പറയുക, വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. കാരണം ഉറങ്ങി. അലിമോന് സ്കൂളില്ല, പിന്നെ റെയ്യാനുണ്ട്. ഒരു ഭയങ്കര അടിയാട്ടോ. പിന്നെ രണ്ടിനെയും പിടിച്ച് കെടുത്തി ഉറക്കി. ഞാനും എൻ്റെ കൂടെ ഉറങ്ങി. ഞാൻ ഉറങ്ങൊക്കെ എണീച്ച് ഏകദേശം ഉറങ്ങിയാൽ പിന്നെ കുറേ സമയം ഉറങ്ങുമല്ലോ. ഉറങ്ങി എണീച്ച് ഒരു 4:30 സമയത്ത് എണീച്ച് കഴിഞ്ഞ് ഒരു ഫുഡ് കഴിക്കാണ്ടെങ്കിൽ ഉറങ്ങി. ചോറുന്നില്ലെങ്കിൽ പിന്നെ കുറേ ഫ്രൂട്ട്സൊക്കെ കഴിച്ചപ്പോൾ അങ്ങനെ പോലെ ഉറക്കിയതാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് എടുത്ത് സിറ്റ് ഔട്ടിലേക്ക് പോയിട്ട് ഡോർ ഇങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ പരിചയമുള്ള 3 മുഖങ്ങൾ. സത്യം പറഞ്ഞാൽ എന്താ പറയുക, അവരെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം ഞാൻ ഭയങ്കര മിസ് ചെയ്യുന്നത്. കാരണം വേറെ ആരുമില്ല, സ്കൂളത്തെ മിസ്സന്മാരാ. എന്താ പറയുക, സന്തോഷം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സന്തോഷിക്ക്. ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് സ്കൂളിൽ പോകാത്തത് മിസ്സുമാരാ. ഓലുമായിട്ട് ഇങ്ങനെയൊക്കെ വളരെ എൻ്റെ തൊള്ള അറിയാലോ. ഇപ്പോൾ സർജറി കഴിഞ്ഞുകൊണ്ട് കുറച്ചൊന്ന് അടങ്ങിക്കണമെന്നേ ഉള്ളൂ. ഓലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പറയുതാക്കിയൊക്കെ ചെയ്യുന്ന ആ ഒരു സംഭവം ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന കേട്ടോ. അങ്ങനെ ഓലുമായിട്ട് കുറച്ച് സംസാരിച്ച് അങ്ങനെ ഇരുന്ന്. അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ, പക്ഷേ വീഡിയോ എടുക്കണമെന്നില്ല, എനിക്ക് ഓലെ കണ്ട എക്സൈറ്റ്മെൻറ്റ്. പിന്നെ ഭയങ്കര സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓല് പറയുന്നുണ്ട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിച്ചാൽ മതി. നമ്മളോട് പിന്നെ സംസാരിക്കാനാണല്ലോ പറഞ്ഞത്. അങ്ങനെ പിന്നെ സംസാരം കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ഓല് പോയി ഫുഡൊക്കെ കഴിച്ച്. പിന്നെ അപ്പോൾ ഒന്നും വീഡിയോ എടുത്തില്ല. ഇപ്പം ഞാൻ എടുക്കുന്നത് രാത്രി ആയിട്ടോ. ഞാൻ എന്താ പറയുക, ഏകദേശം 2ാമത്തെ ഫുഡ്, രാത്രിത്തെ ഫുഡ് കഴിക്കാനൊക്കെ ടൈമായിട്ടുണ്ട്. അപ്പം നമുക്കുണ്ടാവില്ലോ കുറേ മിസ് ചെയ്യുന്ന ആൾക്കാരെ പെട്ടെന്ന് കണ്ടാലുള്ള ഒരു സന്തോഷം. ഞാൻ ആ സന്തോഷത്തിലുള്ള എനിക്കൊന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് സന്തോഷം. ഇൻഷാ അല്ലാഹ് കാണിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് സ്കൂളിലൊന്ന് പോകണം, കുട്ടികളൊക്കെ ഒന്ന് കാണണം. കുട്ടികളെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ.
എങ്ങനെ പറയേണ്ടി അറിയില്ല. അത്രക്ക് ഓളുമായിട്ട് ഇങ്ങനെ സൗണ്ട് ഇട്ട് ഇങ്ങനെ നടക്കുക. അപ്പോൾ മക്കളൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി രാത്രിത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. നായിയാണ് ചെറിയ നായ്മക്കൾ. രാത്രിയത്തെ ഫുഡ് ക്യാരറ്റും നേന്ത്രപ്പഴം ഇട്ടിട്ടുള്ള ജ്യൂസായിട്ടും. അപ്പം ഇന്നത്തെ ചെറിയ ഒരു വീഡിയോ ഇന്ന് വളരെ സന്തോഷമാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്ന് മുമ്പുള്ള വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വേഗം വരും. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇതിലെന്താ ബോറടിക്കുക കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പ്ലീസ്. എന്നാലല്ലേ നമുക്ക് മനസ്സിലാവും വീഡിയോ ഒന്നുകൂടി പെർഫെക്റ്റ് ആക്കാൻ കഴിയും. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. കണ്ടോ ഇറ്റ ഓരോരോ കുരുത്തക്കേടൊക്കെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഇടയിൽ കൂടി ചെറുതായിട്ട് വീഡിയോസൊക്കെ എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.